ഹലോ. ആ ആ അല്ല, മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിളിക്കുമ്പം പറയുന്നു സ്വിച്ച് ഓഫ് എന്ന്. ആ അത് ഉച്ചയ്ക്ക് ശേഷം അവര് സിനിമ കാണുന്ന കുറച്ച് ടൗണിലോട്ട് പോയി, അതുകൊണ്ടായിരിക്കും. ഓ അതെയാ. അല്ല, ഞാൻ ആ കൊറേ പ്രാവശ്യമായി വിളിക്കുന്നു, നോക്കുമ്പോ എല്ലാം സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ്. അത് അവര് ടാക്കീസ് കയറിയാലോ ആ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവും. കുറെ ദിവസമായി സിനിമക്ക് പോകണമെന്ന് പറയുന്നു, ഇന്നാന്ന് പോയത്. അതെയാ. എന്തേ? ഒന്നുമില്ല, മോളെ സുഖവിവരം അന്വേഷിക്കാലോ. ആ അതിന് വേണ്ടിട്ടാ. ആ. സുഖവരെ അന്വേഷിക്കാൻ. മോക്ക് സുഖത്തിന് ഒരു കുറവുമില്ല. അതൊക്കെ നന്നായിട്ട് അവൻ നോക്കുന്നുണ്ട്. അവൻ മിടുക്കനാ, മോക്ക് ഒരു സുഖക്കുറവും ഉണ്ടാവില്ല കേട്ടോ. ഉം. ഉം. എല്ലാ പോരെ അമ്മക്ക് മനസ്സിലായിട്ടില്ലേ? ഓ അങ്ങനെയല്ലേ വേണ്ടേ. ആ പിന്നെ അങ്ങനല്ലേ വേണ്ടേ. ഉം. അല്ല, അപ്പൊ എന്തുകൊണ്ട് അവന്റെ ഇത് അവന്റെ അമ്മയുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലേ? എന്നെ വിളിച്ചേ? സാധാരണ എന്നെ വിളിക്കലില്ലല്ലോ. അല്ല, പിന്നെ നിങ്ങളെ വിളിച്ച് പരാതി കൊടുത്താ പോരെ. ആ ആ ഉം. അതുകൊണ്ട് മോളെ സുഖം അന്വേഷിക്കാൻ വിളിച്ച മോളെ അമ്മക്ക് എങ്ങനെ സുഖമാണോ? അനക്കെന്ത് സുഖം, ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇല്ല. പോയില് അതെന്താ പിന്നെ അല്ലോ ഇങ്ങനെ തന്നെ. ഇങ്ങനെ? അല്ല, ഓറ് പോയേല് പിന്നെ എല്ലാം ഇങ്ങനെ തന്നെയെന്ന് പറയാ. ഓ അതിനിപ്പോ ഊറ് പോയെന്ന് പറഞ്ഞാല് ഇത് എത്ര വയസ്സ് നിങ്ങൾക്ക് ആകപ്പെടെ 10-42 വയസ്സല്ലേ ഉള്ളൂ. അതെന്താ ഇങ്ങനെ നിക്കണ്ടേ? പിന്നെ എന്നപ്പം അധികം അങ്ങനെ നിക്കണ്ടപ്പോ കുറച്ച് സന്തോഷവും ചിരിയും കളിയെല്ലാം വേണ്ടേ? ചിരിയും കളിക്കൊന്നും കുറവൊന്നുമില്ല. പിന്നെന്താ കുറവുള്ള എന്തിനാ? അല്ല, വേറെ ഒന്നുമില്ല. ഉം. അങ്ങനെ ഉം. അങ്ങ് പോകുന്നു. അല്ല, ഈ വിളിക്കല് മാത്രമാണല്ലോ ഇപ്പോൾ ഈ 2 ദിവസം കൂടുമ്പോ ഇങ്ങനെ വിളിക്കുന്ന. മോളെ കാണാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഒറ്റ മോളായോണ്ടാ? ആ, ഒറ്റ മോളല്ലേ. അല്ല അതെ, എന്നാ പിന്നെ സമയം കിട്ടുമ്പോ ഇങ്ങ് വീട്ടിലോട്ട് വരറാ, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചല്ലോ ഇരുന്നൂടെ? ഒറ്റക്കാടി ഇരുന്നിട്ട് ഇങ്ങനെ മോളോട് മാത്രം സംസാരിച്ചാൽ മതിയാ? അല്ല, വീട്ടിലോട്ട് വരണം വരണം വിചാരിച്ചിന്, പിന്നെ ഓരോ തിരക്കും കാര്യമെല്ലായിട്ട് പിന്നെ. ഓ എന്ത് തിരക്ക്. വീട് വാ, എന്നിട്ട് ഒരു 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. മോളെപ്പരോ നമ്മളെ കയറിയില്ലേ? വരണം എന്നുണ്ടേനു. എന്നാ പിന്നെ ഇത് സമയം കളയാണ്ട് വരുമോ? അതിന്റെ മോളപ്പം 2 ദിവസമായിട്ട് നിൽക്കും. ഇവിടെ ഉറങ്ങാനുള്ള മുറിയൊക്കെ ഇല്ലേ? പിന്നെന്നാ? ഉം. അല്ല, ഒരു ദിവസം വരണം എനക്ക്. കാണണം കാണണം ആ എന്ന് തോന്നുന്നു. എത്ര ദിവസമായി നമ്മൾ പറയുന്നത് ഇവിടെ വന്നിട്ട് നിൽക്കാൻ കുറച്ച് ദിവസം? ഉം. കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ 5-6 മാസം ഇവിടെ എപ്പെങ്കിലും വന്ന് നിന്നിട്ടുണ്ട് ഇല്ലല്ലോ? ഇല്ല, അത്രയല്ലേ ആയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവരിടയ്ക്ക് ഇങ്ങനെ വരുന്നല്ലേ. അതെ, ഇവിടെ അങ്ങോട്ടല്ലേ വരുന്നുള്ളൂ, നമ്മക്ക് ഇങ്ങോട്ടും വരാമല്ലോ. അല്ല, നിങ്ങ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ. അല്ല, അവര് പിന്നെ ഇടക്ക് വരുന്നോണ്ടാണ് പിന്നെ നമ്മൾ പിന്നെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പോക്ക് കൊണ്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ വേറെ ആരില്ലേ? ഞാനും ഇവളും പിന്നെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ ഓള് തൊഴിലുറപ്പിന് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരികയാണ്. ഓ. അല്ല, ഞാൻ ഇവിടെ പിന്നെ ഞാൻ പിന്നെ വീടെല്ലാം പൂട്ടിക്കെട്ടിട്ടെല്ലാം വരണ്ടേ. അതിനെന്നാ. മാത്രല്ല ഇറക്കെപ്പെങ്കിലും പണിയുണ്ടാവും, അന്നേരം ഞാൻ പണിക്ക് പോകും. ബാക്കിയുള്ള ദിവസം ഇങ്ങനെ ഇരുന്ന് ഫോണും നോക്കി കുറെ TV കണ്ട് ഇങ്ങനെ നേരം കൂട്ടും. അപ്പം നീയും കൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. നിന്റെ സന്തോഷമൊക്കെ ഉണ്ടാവുകയും ചെയ്യൂടെ വന്നാൽ. എന്താ? ആ, ഞാൻ ഇനി നോക്കിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരട്ട്. ആ ഈ ചള്ളു പ്രായമല്ലേ, അതൊക്കെ ഇങ്ങനെ മൂലക്ക് വെച്ചിട്ട് ഇങ്ങനെ കളയണ. നമുക്ക് കുറച്ച് സന്തോഷം ഇതെല്ലാം കിട്ടുക ഒരു 10-50 വയസ്സ് കഴിയുന്നവരെ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. അതെല്ലാം ശരി തന്നെ നിങ്ങള് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുക, പിന്നെ നമ്മളെ കൊണ്ട് വേണ്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരും കേട്ടാ. ഇനിയിപ്പോ ഇത് മോളെ ഭർത്താവിന്റെ അച്ഛനാണല്ലോ എന്ന് വെച്ചിട്ട് എനിക്കും വലിയ പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. അതെനക്കറിയില്ല ഇപ്പൊ നിങ്ങൾക്ക് പ്രായമൊന്നും ആയില്ല. അപ്പൊ പിന്നെ ഞാൻ പറയുന്ന പോലെ ഒന്നുമില്ല. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊന്നും ഇത് പറയാൻ കൂടൂല. പക്ഷേങ്കില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കൂട്ടരാകുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു തരുന്ന ഇത് മനസ്സിലാകുന്നുണ്ടോ? ആ, മനസ്സിലാവും. ഇത് നിങ്ങള് പറയുന്നത് മറ്റേ. ആ അതായത് മോളെ സുഖം ചോദിച്ചില്ലേ? ആ അമ്മക്കും വേണ്ട ചെറിയ സുഖമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.
ഇനി പിന്നെ ഇത് ഞാൻ എപ്പം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് ആരെയാലും കുറച്ചെന്തെങ്കിലും വേണ്ടി പറഞ്ഞേക്കാം. അല്ല ഒറ്റക്ക് അങ്ങനെ വന്നാല് നിങ്ങള് ഓറെ കൂട്ടാഞ്ഞാലെല്ലാം വിചാരിക്കുവാ. അതിപ്പോ ഞാൻ ഇപ്പൊ എല്ലാവരും പോകുമ്പോ ഇവരോട് എല്ലാം പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ പോകുന്നത്. അങ്ങോട്ട് വന്നാ നീ പറയാണ്ടെന്നാ ഇനിയിപ്പോ മോളെ വിളിച്ചിട്ടാകുമ്പോ അച്ഛനിങ്ങ് വന്നിങ്ങനൊന്നും പറഞ്ഞേക്കോ, അത്രേ ഉള്ളൂ. ഇല്ല നിങ്ങൾക്ക് വേണ്ടിക്കുന്ന അപ്പൊ വന്നൂടെ? അങ്ങനെ വരാ. ആ പക്ഷെ ആരോടും പറയാണ്ട് വരുന്നതിന് കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ഞാൻ പറഞ്ഞ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അല്ലെ പിന്നെ ഇങ്ങോട്ട് വരാം, നമുക്കൊരു 2 ദിവസം നിന്നിട്ട് അങ്ങ് പോവാ, ജോലിയായിട്ട് അങ്ങ് പോവാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, അതല്ല നല്ല. എന്നാലും എല്ലാരും എല്ലാരും ഉണ്ടാവും. ഇനി പകല് ഞാൻ മാത്രമേ ഉണ്ടാവും. പിന്നെ പിള്ളേരൊക്കെ പണിക്ക് പോകുമല്ലോ, ഓളും പോവും. അന്നേരം ശരിയാകുമ്പോ പിന്നെ അങ്ങനെ ആരും ഒന്നും സംശയിക്കൊന്നുമില്ല. അപ്പൊ പിന്നെ മിണ്ടാനും പറയാനുള്ള ഒരാളായില്ലേ? ഞാൻ പറയുന്നതിന് തെറ്റിദ്ധരിക്കണ്ട കേട്ടാ. ഇല്ല ഞാനെന്താ ഇങ്ങനെ അല്ല, ഞാൻ പിന്നെ നിന്നെ ഒന്ന് സഹായിക്കാനും കൂടിയുള്ള മനോഭാവം ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് നിന്നെ കണ്ടപ്പോഴേ ഇങ്ങനെ എന്തിനാ നല്ല പ്രായം കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളയുന്നത് ഞാൻ ഇങ്ങനെ വിചാരിക്കും. അല്ലേ? അതെ. അതല്ല ഇപ്പൊ കൊറേ കൊല്ലായില്ലേ, അപ്പൊ പിന്നെ അതെല്ലാം ഒഴിവാക്ക. കുറച്ച് ചെറുപ്പത്തില് പോയതല്ലേ. എന്താ? അതെ, ചെറുപ്പത്തിൽ പോയതന്നെ. പക്ഷേങ്കില് അതെല്ലാം അല്ല വേറെ കല്യാണമൊന്നും കഴിക്കാനും പറ്റൂല. എന്തുകൊണ്ടാ പറഞ്ഞേ, കുറച്ചൊരു എന്താ പറയാ, ഞാനും സഹായിക്കാനുള്ളൊരു മനോഭാവമുള്ള ഒരാളാണ്. ആ ഒരു മനോഭാവം നീ കാണിച്ചാല് നമുക്ക് ആരും അറിയാണ്ട് നിന്റെ കാര്യങ്ങളും നടക്കും. എനിക്ക് നിന്നെ സന്തോഷിപ്പിക്കാനും പറ്റും. നിന്നെ സഹായിച്ചല്ലോ എന്നുള്ളൊരു തോന്നലും എനക്കുണ്ടാവുമല്ലോ. ഇതാരോടും പറയാറേ. ഞാനാരോടും പറയുന്നില്ല ഇപ്പൊ. ഞാനിത് ഇതിനിടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ നീ എങ്ങനെ വെക്കുക, എന്താ വിചാരിക്കുക, നീ പിള്ളേരോടായിട്ട് എന്തെങ്കിലും പറഞ്ഞാടിയോ എന്നുള്ള പേടിയെല്ലാം ഉണ്ട്. അയ്യോ അങ്ങനെ പറയുന്നില്ല ഞാൻ. എനിക്കറിയില്ലല്ലോ, ഇപ്പല്ലേ മനസ്സിലായ പറയൂല. ഇപ്പൊ എന്തായാലും എന്റെ ഫോണിലോട്ട് വിളിക്കാൻ തോന്നി, നന്നായി. ഞാൻ പിന്നെ കിട്ടാതെ ഇങ്ങനെ വിളിച്ചേ. പിന്നെ അങ്ങോട്ട് വിളിക്കാൻ എനിക്കൊരു ചമ്മലും, വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ വിളിച്ചിട്ട് പിന്നെ എന്നാ വിചാരിക്കും അറിയാതുണ്ടോ. ഇനി ഞാൻ വിളിക്കും കേട്ടോ അവർക്ക്. അതിനൊന്നാ വിളിക്കുന്നേ. ചായയെല്ലാം കുടിച്ചാ? ചായയെല്ലാം കുടിച്ചു. ഇപ്പൊ പിന്നെ വേറെ മടിയല്ലേ, വേറെ ഈ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതേ ഉള്ളൂല്ലേ. ഞാൻ പിന്നെ വേറെ എന്തൊന്നും ചെയ്യാനാണ്. അതെ, അതും ശരിയാണ്. നീ ഒറ്റക്ക് എന്തൊന്നും ചെയ്യാനാ. അങ്ങനെ അങ്ങ് ജീവിച്ചു പോക്കന്നല്ലേ. അങ്ങനെ അങ്ങ് ഒറ്റക്ക് അങ്ങ് ജീവിച്ചു പോകും. എന്താ ചെയ്യാ, ഇനി പിന്നെ നീ പേടിക്കണ്ട, ഞാനെല്ലാം ഉണ്ടല്ലോ. അത് നിങ്ങളെല്ലാം ഉള്ളതാണ് ഒരു ധൈര്യം എനിക്ക്. ഇനി ധൈര്യം കുറച്ച് കൂട്ടിക്കോ. എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പരുണ്ട് ഞാൻ കേട്ടാ. എന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ നോക്ക്. നാളെ തന്നെ ഇങ്ങോട്ട് വാ. ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്തിനീ മറ്റന്നാൾ? അതിന്റെ പുറത്ത് നമുക്ക് പണിയുണ്ടെങ്കിൽ ഞാൻ പണിക്ക് പോകും. പിന്നെ നീ വന്ന് നീ ഒറ്റക്കാവും. നാളെയല്ലേ മറ്റന്നാൾ എന്തായാലും വാ. വന്നാ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. എന്നാ പിന്നെ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാൻ തോന്നുന്നു അല്ലേ? അതാണ്. വിളിച്ചു പറഞ്ഞിട്ടാ വന്നിനൊന്നും പറയല്ലേ. ഇല്ല.